പരിശുദ്ധ അമ്മയുടെ മാധ്യസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 27 വരെയാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് 28 മുതലുള്ള വാക്യങ്ങൾ കാണാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മൾ ഈ വചനത്തെ സമീപിക്കേണ്ടത് ഈ വചനം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈ വചനം മറ്റൊരാളോട് എന്ത് സംസാരിക്കുന്നു എന്നല്ല, മറിച്ച് ഇപ്പോൾ ഈ ദൈവവചനം എന്നോട് ഈ നിമിഷം എന്താണ് സംസാരിക്കുന്നത്, എന്നോട് ഈ വചനത്തിന് പറഞ്ഞു തരാനുള്ളത് എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചോദ്യം. ഇപ്പം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോഴാണെങ്കിലും ഇത് ഇന്ന് കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത്, അപ്പോൾ അത് ആ ഒരു ബോധ്യം നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വായിക്കാം നമുക്ക് 28 മുതൽ. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയുംകാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു, 3 ചോദ്യങ്ങൾ യേശുവിന് നേരെ വരികയാണ്. 3 ചോദ്യങ്ങൾ. എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യങ്ങൾ യേശുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ചോദിച്ചത് ശരിക്കും കൊടുക്കാനാണ്. ഈ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് അറിയാനുള്ളൊരാഗ്രഹത്തിൽ നിന്നാണ്. യേശുവിനെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നതെങ്കിലും അറിയാനൊരാഗ്രഹമുണ്ട്. ഇത് സത്യം അറിയാനുള്ളൊരാഗ്രഹത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് ഒന്നാമത് നമ്മൾ ഈ ചോദ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിനെതിരെ നിന്ന ഗ്രൂപ്പുകളാണ് നിയമജ്ഞർ, പരിസേയർ, സദുക്കായർ, ഹെറോദേസ് പക്ഷക്കാർ. ഇവരെല്ലാം യേശുവിനെതിരാണ്. പക്ഷേ നമ്മളിവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓരോ വിഭാഗത്തിലും എല്ലാവരും യേശുവിനെതിരായിരുന്നില്ല. പരിസേയരുടെ കൂട്ടത്തിൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് പരിസേയരുടെ കൂട്ടത്തിൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ഒരാൾ ആരാണ്? ഒരു പേര് പറ. നിക്കോദേമൂസ് യേശുവിനെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് യേശുവിൻ്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് ഇറക്കാനൊക്കെ പോകുന്ന ആളുകൾ. അപ്പോൾ ഇവരെല്ലാം യേശുവിനെ സ്നേഹിച്ചിരുന്നവരാണ്. സെൻഹദ്രീൻ സംഘത്തിലെ അംഗങ്ങളാണ്. എന്നാലും അവർ രഹസ്യമായിട്ട് യേശുവിനെ സ്നേഹിച്ചിരുന്നവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ എതിർക്കുന്ന ജനവിഭാഗങ്ങളിലെ എല്ലാവരും യേശുവിനെതിരല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ജനസമൂഹങ്ങളോട് അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകളോട് നമ്മൾ വൈരാഗ്യമല്ല, നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ, അവർ പറയുന്ന ആശയങ്ങൾ നമ്മൾ എതിർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എതിർക്കുന്നത് ആ സമൂഹത്തെ മൊത്തമായിട്ടല്ല. അവിടെയും യേശുവിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട്, അവിടെയും യേശുവിനെ പിൻചെല്ലുന്നവരുണ്ട്. നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം ഇതാണ്. അതായത് നമ്മളൊരു ജനവിഭാഗത്തെ ശത്രുക്കളായിട്ട് മുദ്ര കുത്തിയാൽ പിന്നെ അവരിൽ നിന്ന് ഉള്ള ഒരു നന്മയും കാണാൻ പറ്റാതായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ശരിയാണ്, ചില ഈ ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന എല്ലാ നിലപാടുകളെയും നമ്മൾ ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ബാലൻസ്,
ഈ കൂട്ടത്തിലെ എല്ലാവരും യേശുവിനെതിരല്ല. യേശുവിനെ ദൈവമായി കാണുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, വെളിച്ചം കിട്ടിയവരുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു മതവിഭാഗത്തെയോ ഒരു ജനവിഭാഗത്തെയോ മൊത്തത്തിൽ നമ്മൾ ശത്രുക്കളായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ആഴമായ വായന നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മൾ എതിർക്കുന്നത്, നമ്മുടെ പോരാട്ടം ആരോടല്ല? മാംസത്തോടും രക്തത്തോടും അല്ല. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് നമ്മൾ നിലപാടുകളെയാണ് എതിർക്കുന്നത്, വ്യക്തികളെ അല്ല. നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ വ്യക്തികളെല്ലാം തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലപാടിനെ, ഇപ്പം നമ്മൾ നിരീശ്വരവാദത്തെ എതിർക്കുന്നു. എന്നാൽ നിരീശ്വരവാദത്തെ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിരീശ്വരവാദിയായ ഒരു മനുഷ്യനെ നമ്മൾ വെറുക്കുന്നില്ല. നിരീശ്വരവാദം എന്നൊരു ആശയത്തെയാണ് നമ്മൾ വെറുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ പരിശുദ്ധ അമ്മയെ മാനിക്കാത്ത ഒരു സമ്പ്രദായത്തെ നമ്മൾ എതിർക്കുന്നു, മാതാവിന് വില കൊടുക്കാത്ത ഒരു സമ്പ്രദായത്തെ നമ്മൾ എതിർക്കുന്നു. എന്നാൽ നമ്മൾ വ്യക്തികളല്ല എതിർക്കുന്നത്, നമുക്ക് അവരോട് ബഹുമാനം ഉണ്ടാവണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സ്ട്രീറ്റിലൂടെ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. സ്നേഹമെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു കാര്യം കയറി വരും. എനിക്ക് അവരോട് അതിപ്പോൾ കത്തോലിക്കരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? അതായത് തെരുവിൽ നിന്നൊരാൾ സുവിശേഷം പ്രസംഗിക്കുന്നത് കണ്ടാൽ എനിക്ക് അപ്പോൾ തന്നെ ഞാൻ അവിടെ നിർത്തി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്തിട്ടേ ഞാൻ പോകും. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആയൂർ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാനോ കാറിൽ ഒരു പെന്തക്കോസ്ത് സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇങ്ങനെ ഒരു ലേപ്പൽ മൈക്ക്, അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ മൈക്കിലൂടെ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് ഈ കാറ് പതുക്കെ ഓടിച്ച് ഈ ഭാര്യയും ഭർത്താവും ലഘുലേഖകൾ വിതരണം ചെയ്ത് പോകുന്നു. ഞാൻ വണ്ടി കൊണ്ട് കയറിയിട്ട് സ്ലോ ഡൗൺ ചെയ്ത് നിർത്താൻ പറഞ്ഞ് സൈഡിൽ ഒതുക്കിയിട്ട് നിർത്തി സംസാരിച്ച് പൈസയും കൊടുത്ത് സ്നേഹവും പ്രകടിപ്പിച്ച് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്തു എന്ന് പറയല്ല. ഇന്ന് നമ്മൾ ഈ പെന്തക്കോസ്ത സമൂഹത്തിലെ നമുക്ക് തിരുസഭയുടെ വിശ്വാസത്തിനെതിരായ എല്ലാ നിലപാടുകളെയും ശക്തിയുക്തം എതിർക്കുന്ന ആളുകളാണ്. നമുക്ക് അതിനോടൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ നമ്മുടെ യുദ്ധം ആ സമൂഹത്തിൽപ്പെട്ട ആളുകളോടല്ല. മനസ്സിലായില്ലേ? ആ സമൂഹത്തിൽ എത്രയോ പേരുണ്ട് നമ്മുടെ സ്നേഹിതർ, അല്ലേ? പെന്തക്കോസ്ത സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് നമ്മളോട് ഏറ്റവും അടുത്ത ആഴമായ ബന്ധമുള്ളവർ, സ്നേഹമുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് മതവിഭാഗങ്ങൾ. ഹൈന്ദവരോ മുസ്ലിങ്ങളോ ആ വ്യക്തികൾ നമുക്കെതിരല്ല. മനസ്സിലായി? നമ്മൾ എതിർക്കുന്നത് എന്താണ്? യേശു ദൈവപുത്രനല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ വിശ്വാസത്തെ എതിർക്കുന്നു, നമ്മൾ ആ വിശ്വാസത്തെ കൗണ്ടർ ചെയ്യുന്നു. നമ്മൾ ആ വ്യക്തികളെ അധിക്ഷേപിക്കുന്നില്ല, നമ്മൾ ആ വ്യക്തികളെ നിസാരരായി കാണുന്നില്ല. ആ വ്യക്തികൾ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ തലയിലില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ച് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. ആശയങ്ങളെ എതിർക്കൂ, വ്യക്തികളെ വെറുതെ വിടൂ. അപ്പോൾ അതാണ് അത്. ഒരു വചനം ഞാൻ വായിക്കാം. കൊറിന്തോസിലെ 2 കൊറിന്തോസ്, പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം, 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമര ആയുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. മനസ്സിലായി? നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആശയങ്ങൾക്കെതിരായിട്ടാണ്, വ്യക്തികൾക്കെതിരായിട്ടല്ല. അതാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്.
ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. വാദങ്ങളെയാണ്, വ്യക്തികളെയല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും ഇത്. നമ്മൾ എതിർക്കുന്നത് വാദങ്ങളെയല്ല, വ്യക്തി. ഇപ്പം നമ്മൾ യേശു ക്രിസ്തു ദൈവമല്ല, ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് പറയുന്ന ആശയത്തെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുന്നു. പക്ഷെ അത് പറയുന്ന ആ വിശ്വാസത്തിലുള്ള ഒരാൾ നമ്മളെ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വന്നിരുന്നാൽ നമ്മൾ അസ്വസ്ഥരാകുന്നില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി അയാളോട് സ്നേഹവും കരുണയുമുള്ള ആളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബാലൻസ്, കർത്താവ് സൂക്ഷിച്ച ഈ ബാലൻസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു പറയുന്ന ആശയത്തിന് നേരെ വിപരീതമായ ഒരാശയം പറയുന്ന ഒരാളെ നമ്മൾ എതിർക്കുന്നില്ല, ആശയത്തെ നമ്മൾ എതിർക്കുന്നു. അപ്പോൾ വാദമുഖങ്ങളെ, ആർഗ്യുമെൻറ്റുകളെ, അതുപോലെ തന്നെ എല്ലാ ചിന്താഗതികളെ, ക്രിസ്തുവിനെതിരായ ചിന്താഗതികളെ നമ്മൾ എതിർക്കുന്നു. അപ്പോൾ ഇതാണ് ഈ നിയമജ്ഞൻ വന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ഇദ്ദേഹം ഈശോയെ സത്യസന്ധമായി പിന്തുടരാൻ ആഗ്രഹിച്ചാൽ ദൂരെ നിന്ന് യേശുവിൻ്റെ നന്മ നോക്കിക്കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഇങ്ങനെയുള്ള അനേക ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ വെറുപ്പിക്കുന്നത് സുവിശേഷം അവരിൽ എത്തുന്നതിന് തടസ്സമാവും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ അതുകൊണ്ട് ഒരു മതത്തെ നമ്മൾ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്താൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ സുവിശേഷം അവരിൽ എത്താനുള്ള അവസാനത്തെ സാധ്യതയും അടയും. എന്നും പറഞ്ഞ് തോളെ കൈയിടണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത്. എന്നും പറഞ്ഞ് നാളെ മുതൽ തോളെ കൈയിട്ട് വിളിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ തലയിൽ ഇതുണ്ടാവണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? സത്യം എല്ലാവരും അറിയുക എന്നുള്ളതാണ്. അപ്പോൾ സത്യം അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് എതിർക്കുന്നു. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന നിലപാടുകൾ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സമൂഹത്തിൽ അപകടങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇതെല്ലാം നേരായിരിക്കെ തന്നെ, ഇതെല്ലാം സത്യമായിരിക്കെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഒരു ജനവിഭാഗത്തെ മൊത്തത്തിൽ നമ്മൾ ശത്രുക്കളായി മുദ്രകുത്താൻ പാടില്ല. അപ്പോൾ ഈ ബാലൻസ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വിവേകം നമുക്ക് തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ നിന്ന് മുഖം തിരിച്ച ആളല്ലത്. ഇനി മറ്റൊന്ന്, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 28-ാമത്തെ വാക്യം. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന. ഇത് വലിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. എന്താണ്? അയാൾ വന്നിട്ട് അവൻ കേട്ടു. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേക ആളുകൾ മനുഷ്യരെ ജഡ്ജ് ചെയ്യുന്നത് കേൾക്കാതാണ്. മനസ്സിലായില്ലേ? അതായത് 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, ഡാനിയൽ അച്ഛൻ്റെ 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, ഇത് കേട്ടിട്ട് എത്രയോ ആളുകൾ എന്നെ വളരെ കുറ്റപ്പെടുത്തി, വിമർശിച്ച്, എനിക്ക് മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയും വിളിച്ച് ഫോണിൽ നേരിട്ട് പറയുകയും ചെയ്യുന്നു. എന്നോട് എനിക്ക് സ്നേഹമുള്ള ഒരാൾ വിളിച്ചിട്ട് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇത് 1 മിനിറ്റാണ്. ആ വീഡിയോയുടെ അടിയിൽ, ആ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോയുടെ ലിങ്കുണ്ട്. അത് കേൾക്കൂ. അത് കേട്ടിട്ട് എന്നെ ഒന്നുകൂടെ വിളിക്കൂ. അത് കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചില്ല. അതിൻ്റെ കാരണം അത് കേട്ടപ്പോൾ മനസ്സിലായി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്, എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന ഒരു ഭാഗം കേട്ടിട്ട്, അതല്ല, ആ വിവാദം മുഴുവൻ അവൻ കേട്ടു. ഏത് വിവാദം? തൊട്ട് മുമ്പ് സദൂക്കായരുമായിട്ട് കർത്താവ് ഒരു കോൺട്രവേഴ്സിയിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ യേശു എന്ത് പറഞ്ഞു, ഇവരെന്ത് ചോദിച്ചു, അത് മുഴുവൻ കേട്ടിട്ട് പറഞ്ഞു ഇവൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കേൾക്കാതെ അങ്ങനെ പറയുന്നേ. ഇന്ന് സംഭവിക്കുന്ന ഒരു അപകടം ഇത് കേൾക്കുന്നുണ്ട്. ആര് പറയുന്നത്? എല്ലാവരും പറയുന്ന കേൾക്കുന്നേ. മനസ്സിലായില്ലേ? ഒരാൾ പറയും, ഞാൻ പറയുകയാണ്, അതെ ഇവൻ പറയുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, അതേ ഞാൻ കേൾക്കുന്നുള്ളൂ. മുഴുവൻ കേൾക്ക്, മുഴുവൻ കേട്ടു നോക്ക്. മുഴുവൻ കേട്ടു നോക്കുമ്പോൾ ചോദ്യങ്ങളില്ലാതാവും. മനസ്സിലായോ? അപ്പോൾ എന്ത് കാര്യവും അവിടുന്ന് ഇവിടുന്ന് കേൾക്കരുത്. അപ്പോൾ ഇവൻ നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ, ഈ ലിസൺ ടു ദ ഹോൾ ടോപ്പിക്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവന് തോന്നി ഇതിനകത്ത് കാര്യമുണ്ടല്ലോ എന്ന്. അത് കേട്ടതിന് ശേഷം അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അറിയാനുള്ള ആഗ്രഹത്തിലാണ് ചോദിക്കുന്നത്, അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അവൻ പിന്നീട് ഇത് കേട്ട് കഴിയുമ്പോൾ അവന് അത് സ്വീകാര്യമാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈശോ അവനോട് പറയുന്ന അവസാനത്തെ കമൻറ്റും അത് സ്നേഹത്തോടു കൂടി തന്നെ പറയുന്നതാണ്. അപ്പോൾ യേശു ഉത്തരം പറയുകയാണ്. ഉത്തരം കർത്താവ് 2 വചനം എടുത്തിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഈ 2 വചനങ്ങളും ഒരുമിച്ച് ബൈബിളിലില്ല, പക്ഷേ 2 സ്ഥലത്തായിട്ടുണ്ട്. 2 പഴയ നിയമ ഉദ്ധരണികൾ എടുത്ത് ഈശോ ഉത്തരം പറയുകയാണ്. അപ്പോൾ ഈശോ ഇത് ഉണ്ടാക്കിയതല്ല, ഇത് ഓൾറെഡി ബൈബിളിലുള്ളതാണ്.
ഈശോ എടുത്ത് പറയുകയാണ്, ഇതാണ് കൽപ്പനകളുടെ സാരസംഗ്രഹം. എന്തൊക്കെയാണ്? ഒന്ന്, ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നും ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് വിശ്വസിക്കുക 613 റബ്ബിമാരുടെ നിയമസംഹിതകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈശോ ഇതിന് ആധാരമായി ഉപയോഗിക്കുന്നത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യവും ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യവുമാണ്. ഈ 2 വാക്യങ്ങൾ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈശോയ്ക്ക് നിയമത്തിൻ്റെ സാരസംഗ്രഹം അറിയാവുന്നത് കൊണ്ട് കർത്താവ് വിശ്വസിക്കുക അത് എടുത്തു പറയുകയാണ്. ഏതൊക്കെയാണ്? നിയമാവർത്തനം 6:4, ഷെമാ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. ഹിയർ ഓ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. അത് എല്ലാ ദിവസവും ഒരു ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ് ഇത്. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. അപ്പോൾ അതാണ് ഷെമാ ഇസ്രായേൽ, ഒന്നാമത്തേത്. അത് ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ഹൃദയം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അധരം കൊണ്ടുള്ള സ്നേഹം മാത്രം ആവരുത്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ആ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം ആത്മാവാണ്. ദൈവം റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തോടോ മനസ്സിനോടോ അല്ല, ആത്മാവിലാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ എന്നോട് ഇടപെടണേന്ന് പാടില്ലേ? ആത്മാവിൽ അല്ലേ? എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. മനസ്സിലായി? ആത്മാവാണ് ദൈവത്തോട് സമ്പർക്കം ചെയ്യാനുള്ള മീഡിയം. അല്ലാതെ നമുക്ക് ശരീരം കൊണ്ട് ദൈവത്തെ, കാരണം ദൈവത്തിന് ശരീരമില്ല, നമുക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല. മറിച്ച് ആത്മാവാണ്. ആത്മാവ് അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ കാണുന്നത്. ശരീരത്തിൽ എന്തെങ്കിലും ദൈവാനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആത്മാവ് അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഉദാഹരണം എന്താണ്? പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് എവിടാ? ശരീരത്തിലാണോ മനസ്സിലാണോ? അല്ല, ആത്മാവിലാണ്. ആത്മാവിൽ ഇറങ്ങി വന്നപ്പോൾ ശരീരം അതിൻ്റെ അടയാളം പ്രകടിപ്പിച്ചു. എന്ത്? ഭാഷാവരം. മനസ്സിലായി? അഗ്നിനാളങ്ങൾ കണ്ടു, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ആത്മാവിൽ ഇടപെടുന്നതിന് ശരീരത്തിൽ ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ദൈവം എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന എവിടാ? ആത്മാവിലാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. ആത്മാവിൽ സ്നേഹം ഉണ്ടാവണം, മനസ്സുകൊണ്ട് സ്നേഹിക്കണം, പൂർണ്ണ ശക്തിയോടെ. ശക്തി എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് സ്നേഹിക്കണം. അപ്പോൾ ശരീരം, ഹൃദയം, ആത്മാവ്, മനസ്സ്, ശക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉദ്ദേശിക്കുന്നതാണ് നീ നിൻ്റെ മുഴുവൻ വ്യക്തിത്വവും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ ഈ എന്നും പോയി പരിചയമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ 2 കുത്തി ആ വഴി ഇങ്ങനെ പോവാം. പക്ഷെ നമ്മുടെ തലയിൽ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും ആ സമയത്ത്. നമ്മൾ അന്നേരം ഇനിയിപ്പോൾ അടുത്ത വണ്ടി എവിടെ കിടക്കാമെന്നായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചെരുപ്പോട് ഇട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പോകുന്നു. അപ്പോൾ എന്താണ് സംഭവം? അത് ഈ ശരീരം കൊണ്ട് മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നോ? ഇത് അറിയാതെ സംഭവിച്ചാണ്. അറിയാതെ നമുക്ക് ആ ശീലം കൊണ്ട് അതങ്ങനെ ഇങ്ങനെ 2 കുത്തി അങ്ങ് പോയി. എന്നാൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോധപൂർവം നിന്ന് നമ്മൾ 1 സെക്കൻഡേ വണങ്ങുന്നുണ്ടെങ്കിലും കർത്താവിനെ ആരാധിക്കുന്നു എന്ന് ഉള്ളുകൊണ്ട് അംഗീകരിച്ചാൽ അത് ആ മുഴുവൻ വ്യക്തിയുടെ ആരാധനയാണ്. മറ്റേതൊരു ശീലമാണ്, ഇത് ആരാധനയാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരച്ചൊരു ശീലമാണ്. ആ ശീലമാണ് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ വരും. പണ്ട് സിനിമാ തിയേറ്ററിൽ പോയിട്ട് ചമാച്ചമാർ വരച്ചെന്നാണ് പറയുന്നത്, ഇങ്ങനെ നടുക്ക് നിന്ന്. അപ്പോൾ അത് അറിയാതെ ഇങ്ങനെ നടുക്കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ശീലമാണ്. അതിങ്ങനെ എന്നും വരച്ച് ശീലമായിപ്പോയതാണ്. അതല്ല, മറിച്ച് കർത്താവാണ്. കർത്താവിനെ എനിക്ക് ബഹുമാനിക്കാതെ പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിതിലെ പാസ് ചെയ്യുമ്പം അച്ഛാ എന്ന് നിങ്ങൾ ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ടെങ്കിലും പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടെങ്കിലും പോവും അല്ലേ? തുപ്പിയിട്ട് പോകുന്നവർ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ട് പോവും ഇല്ലേ? കാരണം എന്താണ്? നമ്മൾ ആളെ മൈൻഡ് ചെയ്യുകയാണ് അല്ലേ? ആ ആളവിടെ ഇരിപ്പുണ്ട്, ഓക്കെ, അത്രേ ഉള്ളൂ. ഇതുപോലാണ് കർത്താവ് അവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. ഇൻസേനു ജേസു, അച്ഛന്മാരും സിസ്റ്റേഴ്സും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഇൻസേനു ജേസു വായിച്ചോണം, എന്നും വായിക്കണം. അതിനകത്തൊരു വാചകം ഇങ്ങനെയാണ്, അതായത്
കർത്താവ് പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് ഈ ഭൂമിയിൽ. കർത്താവ് പറയാണ്, ഞാൻ സ്വർഗത്തിൽ എന്തുമാത്രം മഹത്താണ് എനിക്ക് കിട്ടുന്നത് നിനക്കറിഞ്ഞൂടെ? സ്വർഗം മുഴുവൻ എന്നെ ഇങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഞാൻ അവഗണിക്കപ്പെടുകയാണ്. ഭൂമിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ആരാന്നറിയാവോ? എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സുമാണ്. ഈശോ പറയാണ്, എന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ കർത്താവിനെ നമ്മൾ ഒരു സെക്കൻഡ് അപ്പം നമ്മളത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ ആരാധനയോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മൾ ചെയ്യണം എന്ന് കർത്താവിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പിന്നീട് പറയാണ്, രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് ലേവ്യ പുസ്തകം 19:18. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇവയേക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെ യാഗങ്ങളെല്ലാം മഹനീയമാണെന്നും, ഇത് വളരെ വിവാദപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇയാൾ നടത്തുന്നത്. അതായത് ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളെക്കാൾ വലുത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതും സഹോദരനെ സ്നേഹിക്കുന്നതുമാണെന്ന് ആരാ പറയുന്നത്? ഒരു നിയമജ്ഞൻ. അത് പറയണമെങ്കിൽ യേശു പറഞ്ഞത് അവൻ്റെ അകത്ത് കയറാതെ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവൻ സത്യസന്ധമായി ചോദ്യം ചോദിക്കാൻ വന്നവനാണ്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയില്ല. സ്വയം അപകടത്തിലാവുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. സ്വന്തം സമുദായത്തിലുള്ളവർ തന്നെ ഇവനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദഹനബലികളേക്കാൾ വലുതാണ് എന്ത്? ദൈവത്തെ ആരാധിക്കുന്നതും മനുഷ്യനെ സ്നേഹിക്കുന്നതും. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടെ സഹോദരനെ സ്നേഹിക്കുന്നതും ബലികളെക്കാൾ വലുതാണെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ സത്യസന്ധമായി യേശുവിൻ്റെ പിന്നാലെ വന്ന ഒരാളാണ്. അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. ഇതിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് മുനയുണ്ട്. ഒന്നൊരു തലോടലാണ്, രണ്ടൊരു തല്ലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നൊരു തല്ലാണ്, ഒരു തലോടലാണ്. എന്താണ് തലോടൽ? മോനെ, നീ പറഞ്ഞത് കറക്റ്റാണ്. നീ ദൈവരാജ്യത്തിൽ നിന്ന് ഒത്തിരി ദൂരെയല്ല. നീ ദൈവരാജ്യത്തിൻ്റെ വാതിലിന് വെളി നിൽക്കുകയാണ്. ഒത്തിരി ദൂരെയല്ല, അടുത്താണ്. പക്ഷെ പറയാണ്, നീ ദൈവരാജ്യത്തിൻ്റെ അകത്തല്ല കേട്ടോ, നീ പുറത്താണ്, പക്ഷെ അടുത്താണ്. എന്തുകൊണ്ടാണ് അവൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെന്ന് പറയുന്നത്? നിയമങ്ങൾ മാത്രം ആചരിച്ചാൽ ഒരാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ദൈവരാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത് അവൻ്റെ കൺമുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. ആര്? യേശു. ആ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോഴാണ് അവൻ ദൈവരാജ്യത്തിനകത്താവുന്നത്. മനസ്സിലായില്ലേ? തന്നെ വിശ്വസിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും അവിടുന്ന് ദൈവമക്കളാവാൻ കഴിവ് നൽകി. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴിയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിനകത്താകുന്നത്. ആ വ്യക്തി ഈ കൽപ്പനകളെല്ലാം പാലിക്കാൻ കടപ്പെട്ട ആളാണ്. അപ്പോൾ പറയുകയാണ്, നീ കൽപ്പനകളെല്ലാം പാലിക്കുന്നതുകൊണ്ട് അടുത്താണ്, പക്ഷെ അകത്തല്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, കൽപ്പന പാലിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ദൈവരാജ്യത്തിനകത്തായത്, മറിച്ച് ദൈവരാജ്യത്തിനകത്തായതുകൊണ്ടാണ് നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നത്. രണ്ടും രണ്ടാണ്. കൽപ്പന പാലിച്ചത് കൊണ്ടല്ല നീ ദൈവരാജ്യത്തിനകത്തായത്, ദൈവരാജ്യത്തിനകത്തായതുകൊണ്ടാണ് നീ കൽപ്പന പാലിക്കുന്നത്. രണ്ടും രണ്ടാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കാനും കർത്താവെ നിറഞ്ഞ ഹൃദയത്തോടെ മനുഷ്യരെ സ്നേഹിക്കാനും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മക്കളായി യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.